നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ജ്യോതിഷത്തിൻ്റെ വീഡിയോസ് കൂടുതൽ ഡെപ്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനു മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അത് കാണാൻ ശ്രമിക്കണം. ഇതിനോടൊപ്പം തന്നെ അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഞാൻ അധികം താമസിയാതെ തന്നെ എടുക്കാൻ നോക്കുന്നുണ്ട്. ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ തന്നെ ഒന്ന് ക്രോഡീകരിച്ച് വളരെ വേഗത്തിൽ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവുന്ന ഒരു ലെവലിലേക്ക് ഈ ശാസ്ത്രത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് എത്താൻ വേണ്ടിയിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടുമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ, ഗുരുപരമ്പരകൾ അനുഗ്രഹിച്ചാൽ, നിങ്ങളുടെയൊക്കെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഉണ്ടെങ്കിൽ ഈശ്വരൻ വളരെ വേഗത്തിൽ തന്നെ അത് സംഭവിപ്പിക്കും. അപ്പം നമുക്ക് ഇന്ന് മകം എന്ന് പറയുന്ന നക്ഷത്രമാണ്. അതിൻ്റെ ഗുണദോഷങ്ങളും അതിൻ്റെ കർമ്മബന്ധങ്ങളെക്കുറിച്ചും നോക്കാം. അപ്പോൾ അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മകം ജ്യോതിഷത്തിലെ 10ാമത്തെ നക്ഷത്രമാണ് മകം. ചിങ്ങം രാശിയിൽ ഉൾപ്പെടുന്ന ഈ നക്ഷത്രം, ഇതിൻ്റെ അധിപൻ കേതുവാണ്. ദേവത എന്ന് പറയുന്നത് പിതൃക്കളുമാണ്. രാജകീയ പ്രൗഢിയും അധികാരത്തോടുള്ള സ്നേഹവും ഇഷ്ടവും അതോടൊപ്പം തന്നെ പാരമ്പര്യത്തോടും ജീവിക്കുന്ന സമൂഹത്തിൽ ആ ഒരു ലീഡർ ലെവലിലേക്ക് വളരണം എന്നാഗ്രഹിക്കുന്ന പ്രൗഢി, ജീവിക്കുന്ന സമൂഹത്തിനനുസരിച്ച് പ്രൗഢി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നക്ഷത്രമാണ്. മകം പിറന്ന മങ്ക എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾ മകം നക്ഷത്രത്തിൽ ജനിച്ചാൽ അവർക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടുതലായിരിക്കും എന്നുള്ളത്. അതിനുള്ള കാരണം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം ശിഖിയാണ് ഇതിൻ്റെ നക്ഷത്ര ലോഡ്. കേതുവിൻ്റെ 2ാമത്തെ നക്ഷത്രമാണ്. സ്ഥിതി നക്ഷത്രമാണ്. സൃഷ്ടി നക്ഷത്രം അശ്വതിയാണെങ്കിൽ കേതുവിൻ്റെ സ്ഥിതി നക്ഷത്രം എന്ന് പറയുന്നത് മകമാണ്. ഇതിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് കതിരാണ്. ശരീരാവയവം എന്ന് പറയുന്നത് മൂക്കാണ്, നാസികയാണ്. അപ്പം നമ്മൾ കേതുവിൻ്റെ നക്ഷത്രമായ മകത്തിൽ ലഗ്നം വരിക, ചന്ദ്രൻ വരിക, 6ാം ഭാവത്തിൻ്റെ സ്ഫുടം അവിടെ വീഴുക, അതോടൊപ്പം തന്നെ 6ാം ഭാവാധിപൻ അവിടെ നിൽക്കുക. 6ാം ഭാവാധിപൻ ശനി, കുജൻ എന്നിവർ ഈ പറയുന്ന കേതുവിൻ്റെ നക്ഷത്രമായിരിക്കുന്ന മകത്തിൽ നിൽക്കുക ഒക്കെ വരുമ്പം വരാൻ സാധ്യതയുള്ള രോഗത്തെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. പ്രധാനമായിട്ടും ശരീരഭാഗം ഈ നക്ഷത്രം സൂചിപ്പിക്കുന്നത് മൂക്കാണ്. പേരാലാണ് വൃക്ഷം. വലിയ വൃക്ഷമാണ്. വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലം വേണ്ട. ഇപ്പം നക്ഷത്രവനമൊക്കെ നമ്മൾ ഉണ്ടാക്കിയാലും വളരെ കുറഞ്ഞ സ്ഥലത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ചാലും വളരെ വേഗത്തിൽ വളർന്ന് വിസ്തരിക്കുന്ന ഒരു വൃക്ഷമാണ് പേരാൽ. ശരദിക്ക് എന്ന് പറയുന്നത് വടക്കാണ്. മകത്തിൻ്റെ ഭോജ്യ വസ്തു എന്ന് പറയുന്നത് തിലാന്നമാണ്. തിലം എന്ന് പറയുന്നത് എള്ളാണ്. എള്ളും ഹവിസും കൂടെ, ചോറും കൂടെ ചേർത്തിട്ടുള്ളതാണ്. പിതൃക്രിയകൾക്ക് അത് ഉപയോഗിക്കും. അതുപോലെ തന്നെ പിതൃക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനാദി ഹോമങ്ങൾ, ഈ അനാദി മന്ത്രം കൊണ്ടുള്ള ഹോമങ്ങൾ, അതുപോലെ തന്നെ പിതൃക്രിയകൾക്കുള്ള ചില ഹോമങ്ങൾക്കൊക്കെ ഈ ഭോജ്യവസ്തു, ഈ മകത്തിൻ്റെ ഭോജ്യവസ്തുവായിട്ടുള്ള ഈ തിലാന്നമാണ് ഉപയോഗിക്കുന്നത്. ദേവത പിതൃക്കളാണ്. അതുകൊണ്ട് തന്നെ ഈ മകം നക്ഷത്രത്തിൽ പിറന്നവർ ഉറപ്പായിട്ടും പിതൃപ്രീതി വരുത്തണം. അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പിതൃക്കൾക്ക് പൂജ കഴിക്കരുത് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെയൊന്നുമില്ല. അച്ഛനും അമ്മയും ജീവിച്ചിരുന്നാലും 7 തലമുറകൾക്ക് വേണ്ടിയിട്ടാണ് പിതൃക്രിയകൾ നടത്തുന്നത്. അത് ആ പിതൃക്രിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഞ്ചമഹായജ്ഞങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പിതൃക്രിയ. ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരെ നോക്കുക. അതോടൊപ്പം തന്നെ മരിച്ചു പോയിട്ടുള്ള 7 തലമുറയുമായി ബന്ധപ്പെട്ടിട്ട് അമ്മ വഴിയോ അച്ഛൻ വഴിയും അറിഞ്ഞോ അറിയാതെയോ കിടക്കുന്ന സർവ്വ പിതൃക്കൾക്കും വേണ്ടിയിട്ടുള്ള ഓഫറിങ് പിതൃക്രിയകൾ നിങ്ങൾ അനുഷ്ഠിക്കണം എന്നുള്ളതാണ്. ക്ഷേത്രത്തിൽ പോകുന്ന പോലെ, മറ്റുള്ള എല്ലാ ക്ഷേത്രത്തിലും ഈശ്വരനെ ആശ്രയിക്കാൻ പോകുന്ന പോലെ തന്നെ ക്ഷേത്രത്തിൽ പിതൃക്കളുടെ
പിതൃക്രിയകൾ ചെയ്യണം. പ്രത്യേകിച്ച് പുണ്യസ്ഥലങ്ങളിൽ ഒരുപാടിടത്ത് പിതൃക്രിയകൾ നടക്കും. കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളുണ്ട്. ഇപ്പം തിരുനെല്ലിയുണ്ട്, തിരുവല്ല ഉണ്ട്, ജനാർദ്ദന സ്വാമി ക്ഷേത്രം വർക്കലയുണ്ട്, ഐവർ മഠമുണ്ട്. അങ്ങനെ ഇപ്പം ആലുവ, മണപ്പുറമുണ്ട്, മലപ്പുറത്താണെങ്കിൽ നാവാമുകുന്ദ ക്ഷേത്രമുണ്ട്, പിന്നെ കാശിയുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതിന് വേണ്ടത്. നിങ്ങൾ ആ സ്ഥലങ്ങളിലൊക്കെ എത്തിപ്പെടുകയാണെങ്കിൽ അത് ചെയ്താൽ നിങ്ങളുടെ സമ്പത്തിനും സന്തതിക്കും അതൊരുപാട് ഗുണം ചെയ്യുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. ഇതൊക്കെ ചെറിയ ചെറിയ റെമഡികളാണെന്ന് തോന്നും, ഇതൊക്കെ കോമൺ അല്ലേ എന്ന് തോന്നും. പക്ഷേ ഇതൊക്കെ നിങ്ങൾ സ്ഥിരമായി ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്ത മാറ്റങ്ങളുണ്ടാകും. അതുകൊണ്ടാണല്ലോ ഋഷിമാർ ഇതൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതും. ഈ പറഞ്ഞു തന്നതൊക്കെ എന്തിനാണ്? നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി. അപ്പോൾ അത് ഉപയോഗിക്കുകയും ചെയ്താൽ അതിൻ്റേതായ മാറ്റം വരികയും ചെയ്യും. പലപ്പോഴും ജീവിതത്തിന് വിജയത്തിന് കാരണമാകുന്ന പല കാര്യങ്ങളും ലോജിക്കലല്ല എന്നുള്ളതാണ്. നമ്മൾ ലോജിക്കലി പല കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകും. പക്ഷേ ചേഞ്ചസ് വരുന്നത്, ലൈഫിലെ മാറ്റങ്ങൾ വരുന്നതൊക്കെ അപ്രതീക്ഷിതമായിരിക്കും. നമ്മുടെ കയ്യിലില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് സെറ്റിൽ എനർജികളുടെ ഇൻഫ്ലുവൻസസ്. അതൊന്നും നമുക്ക് ലോജിക്കലി മനസ്സിലാകാത്ത പോലുമാണ്. അതൊക്കെ എക്സ്പീരിയൻഷ്യലാണ്, നമുക്ക് എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പം നിങ്ങൾ ഈ ജന്മം മകം നക്ഷത്രത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റീസൺ ഉണ്ടാവും. ആ റീസൺ ഉണ്ടെന്ന് പറഞ്ഞ, ആ ഒരു കർമ്മബന്ധമുണ്ടെന്ന് പറഞ്ഞ അതേ ഋഷിമാർ തന്നെയാണ് ഈ ദേവതയായിട്ട്, ഈ നക്ഷത്രത്തിൻ്റെ ദേവതയായിട്ട് പിതൃക്കളെ പറഞ്ഞിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ പിതൃപ്രീതി വരുത്തണം. ഇപ്പം എല്ലാവരും സന്ധ്യാവന്ദനമൊക്കെ കഴിക്കുന്ന സമയത്ത്, ഉപനയനമൊക്കെ കഴിഞ്ഞ് സന്ധ്യാവന്ദനമൊക്കെ കഴിക്കുമ്പം രാവിലെ ദേവന്മാർക്കും ദേവഗണങ്ങൾക്കും ഋഷിമാർക്കും ഋഷിഗണങ്ങൾക്കും പിതൃഗണങ്ങൾക്കും രാവിലെയും വൈകിട്ടും സന്ധ്യാവന്ദനങ്ങൾ കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ പൂജ നടക്കുന്ന സമയത്ത്, ക്ഷേത്രത്തിലാണെങ്കിലും മറ്റെവിടെയാണെങ്കിലും നമ്മൾ പൂജ നടക്കുന്ന സമയത്ത് പൂജയുടെ അവസാനം പാദോപനീത തീർത്ഥം ആവാഹിക്കുന്ന സമയത്ത് അതിൻ്റെ മുന്നിലായിട്ട് ദേവന്മാർക്കും പുറകിൽ അസുരന്മാർക്കും മുന്നിൽ തന്നെ ഋഷിമാർക്കും അതുപോലെ തന്നെ തെക്ക് വശത്തായിട്ട് പിതൃക്കൾക്കും വടക്ക് വശത്തായിട്ട് ഭൂതഗണങ്ങൾക്കുമായിട്ട് തർപ്പിച്ച ശേഷമാണ് ആത്മനീയ നമ എന്ന് പറഞ്ഞ് തർപ്പിക്കുന്നത്. സ്വയം തർപ്പിച്ച് ഭക്തേഭ്യോ നമ എന്ന് പറഞ്ഞ എല്ലാവരുടെയും അടുത്തേക്ക് ആ പുണ്യഹം കൊടുക്കുന്നത്. വാസ്തവത്തിൽ ദേവനെ പൂജിക്കുന്ന സമയത്ത് ആ ദേവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദേവഗണങ്ങളും അസുരഗണങ്ങളും ഋഷിഗണങ്ങളും അതുപോലെ തന്നെ പിതൃഗണങ്ങളും അതുപോലെ ഭൂതഗണങ്ങളും എല്ലാത്തിനും അവിടെ സാന്നിധ്യമുണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് പൂജയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ, അതിനെ തത്വബോധത്തോടുകൂടി മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പിതൃപ്രീതി വരുത്തുക എന്നുള്ളത് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യവും കൂടിയാണ് എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഈ നക്ഷത്രക്കാരുടെ പക്ഷി എന്ന് പറയുന്നത് ചെമ്പോത്താണ്. ഗണം അസുരഗണമാണ്. കുറച്ച് ഭൗതികവാദി ആയിരിക്കും എന്നുള്ളതാണ്. ഒരു ഭൗതിക താല്പര്യങ്ങൾ കൂടുന്നതായിരിക്കും. ആസുരീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഭൗതികതയോടെ കൂടുതൽ താല്പര്യവും, ദൈവീകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇന്നറായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നവരുമായിരിക്കും എന്നുള്ളതാണ്. ഒരു നക്ഷത്രത്തിൽ പിറന്നുകൊണ്ട് മാത്രം അങ്ങനെ ആവില്ല, അവരുടെ ഗ്രഹസ്ഥിതിയും കൂടെ, ജന്മസമയം കൂടി ഇതിനെ സ്വാധീനിക്കും. എന്നാൽ പോലും ഈ നക്ഷത്രത്തെ മാത്രം നമ്മളെടുത്ത് ചർച്ച ചെയ്യുമ്പം അസുരഗണത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. കുറച്ച് ഭൗതികവാദികളാവാനാണ് സാധ്യത കൂടുതൽ. അതുപോലെ തന്നെ പുരുഷയോനി നക്ഷത്രമാണ്. മസ്കുലൈൻ ക്യാരക്ടറുള്ള നക്ഷത്രമാണ്. അപ്പോൾ സ്ത്രീകളും ഈ നക്ഷത്രത്തിൽ ജനിക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ പോലെ രാജകീയ പ്രൗഢിയോടും അധികാരത്തോടും പാരമ്പര്യത്തോടുമൊക്കെയുള്ള ഒരു ആദരവുണ്ടാവും എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ മകം പിറന്ന മങ്ക എന്ന് തന്നെ പറയുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, അവരുടെ ആ ഒരു പ്രൗഢി, അവരെ കാണുമ്പോൾ തന്നെ ആ ഒരു പ്രൗഢി അവർ കീപ്പ് ചെയ്യാൻ ശ്രമിക്കും. അവർ ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് അവർക്ക് പറ്റുന്ന പോലെ അത് ശ്രമിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ഒരു ആസുരിക നക്ഷത്രവും കൂടി ആയതുകൊണ്ട് തന്നെ കുറച്ച് ഭൗതികപരമായിട്ട് അത് കാണിക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യും എന്നുള്ളത് ഒരു സംശയമില്ലാത്തൊരു കാര്യവും കൂടിയാണ്. ദിക്ചാരം എന്ന് പറയുന്നത് ഉത്തരദിക്കാണ്. സ്വരൂപം എന്ന് പറയുന്നത് ശാലാകാരമാണ്. ധ്രുവസ്ഥിരാദി പറയുമ്പോൾ ക്രൂര ഉഗ്ര നക്ഷത്രത്തിൽപ്പെടുന്ന ഒരു സ്വഭാവമുള്ള നക്ഷത്രമാണ് മകം. അതുപോലെ തന്നെ ഈ നക്ഷത്രവുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിലൊരു വിഷയം വന്നു കഴിഞ്ഞാൽ അധോമുഖമാണ്, നടക്കില്ല എന്ന് പറയേണ്ടതാണ്. അതായത് ഇപ്പം നമ്മളൊരു വിഷയം ചിന്തിക്കുമ്പോൾ ആ ഭാവാധിപൻ ഈ നക്ഷത്രത്തിലാണ് പ്രശ്ന സമയത്ത് നിൽക്കുന്നത് എങ്കിൽ ആ വിഷയം നടക്കില്ല എന്നുള്ളതാണ്. അത് യുക്തി ഉപയോഗിച്ച് പ്രശ്നത്തിൽ നിങ്ങൾ കണ്ടെത്തിക്കണം. അതുപോലെ തന്നെ ശുഭാശുഭാദികൾ ചിന്തിക്കുന്ന സമയത്ത് നാച്ചുറലി ഉഗ്ര നക്ഷത്രമാണ് മകം. അതുകൊണ്ട് തന്നെ അത്ര ഗുണം
ഉള്ള നക്ഷത്രമല്ല പ്രശ്ന വിഷയങ്ങൾക്കും ഒരു വിഷയം തുടങ്ങാനും മുഹൂർത്തം ഇത്യാദി കാര്യങ്ങൾക്കും ഒന്നും. നല്ല നല്ല കാര്യങ്ങൾ ഈ ഇടിച്ചു പൊളിക്കാനും തല്ലിപ്പൊളിക്കാനും ഒക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ നല്ലതാണ്. പക്ഷേ ഈ സ്വാത്വികമായിട്ടുള്ള വിഷയങ്ങൾ ചെയ്യാൻ അത്ര നല്ല ഒരു നക്ഷത്രമല്ല മകം എന്നുള്ളത് മുഹൂർത്ത വിഷയത്തിൽ ചിന്തിക്കേണ്ടതുമാണ്. നക്ഷത്രഭൂതം ജലമാണ്. നക്ഷത്ര സംഖ്യ എന്ന് പറയുന്നത് 5ആണ്. ഇതിൻ്റെ ചില വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മൾ നേരത്തെ ഉത്തരാഖണ്ഡിൽ വെച്ച് നമ്മൾ ദേവഭൂമിയായിട്ടുള്ള ഉത്തരാഖണ്ഡിൽ വെച്ച് ചെയ്ത ഒരു വീഡിയോ മകത്തിൻ്റെ ഉണ്ട്. അത്യാവശ്യം ഒരുപാട് പേര് കണ്ടൊരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ ഞാൻ ഈ നക്ഷത്ര സംഖ്യയുടെയൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടി കാണുക. അതിനകത്ത് കുറച്ചുകൂടി നിങ്ങളുടെ ക്യാരക്ടർ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ജാതകവശാലും പ്രശ്നവശാലും ഒക്കെയുള്ള ചില വിഷയങ്ങൾ നോക്കുമ്പം ഈ നക്ഷത്രത്തിൻ്റെ വിഷകടി എന്ന് പറയുന്ന വിഷഭാഗം എന്ന് പറയുന്നത് 30 നാഴിക മുതൽ 34 നാഴിക വരെയും, ഉഷ്ണശിഖ എന്ന് പറയുന്നത് 7.5 നാഴിക മുതൽ 15 നാഴിക വരെയും, അമൃതകടി എന്ന് പറയുന്നത് 54 നാഴിക മുതൽ 58 നാഴിക വരെയുമാണ്. ഈ നക്ഷത്രത്തിൻ്റെ 1-ാം പാദം എന്ന് പറയുന്നത് ഗണ്ഡാന്തം എന്ന് പറയുന്ന ഒരു ദോഷമുള്ളതാണ്. നക്ഷത്ര ഗണ്ഡാന്തവും അതുപോലെ തന്നെ രാശി ഗണ്ഡാന്തവും ഉള്ള ഒരു നക്ഷത്രമാണ്. 9 ഗ്രഹങ്ങൾക്ക് ആയിട്ട് 27 നക്ഷത്രങ്ങൾ 3 വീതം ഭാഗിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് സീരീസിൽ കേതുവിൻ്റെ നക്ഷത്രമായിട്ടുള്ള അശ്വതിയിൽ ആരംഭിച്ച് ബുധൻ്റെ നക്ഷത്രമായ രേവതിയിൽ തീർന്നു കഴിഞ്ഞാൽ വീണ്ടും കേതുവിൻ്റെ നക്ഷത്രമായിട്ടുള്ള മകത്തിൽ ആരംഭിച്ച് തൃക്കേട്ട എന്ന് പറയുന്ന ബുധൻ്റെ നക്ഷത്രത്തിലാണ് അവസാനിക്കുന്ന ആ ഒരു സെക്കൻഡ് സീരീസ്. അപ്പം ഇത്രയൊക്കെയാണ് ഇതിന് പറയാനുള്ളത്. ഇനി നമുക്ക് മകൻ നക്ഷത്രത്തിൻ്റെ കുറച്ച് സത്ഫലങ്ങൾ, സ്വഭാവ സവിശേഷതകൾ, അതോ അല്ലെങ്കിൽ പോസിറ്റീവ് റിസൾട്ട്സിനെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. അവരുടെ ഒരു പോസിറ്റീവ് വൈബ്, അവരെങ്ങനെയാണ്, അവരുടെ എനർജി എങ്ങനെയാണ് പോസിറ്റീവായിട്ട് അവർ സമൂഹത്തിനോടും അവരുടെ ജീവിതത്തിനോടും റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നോക്കാം. ഒരുപാട് അഭിമാനകരമായിട്ടുള്ള കുറേ ഗുണങ്ങളുള്ള ഒരു നക്ഷത്രമാണ് മകം എന്ന് പറയുന്നത്. നമ്പർ 1 നേതൃത്വ പാഠവമാണ്. രാജകീയ ഗ്രഹമായിരിക്കുന്ന സൂര്യൻ്റെ രാശിയായ ചിങ്ങത്തിൻ്റെ ആദ്യ ഭാഗത്ത് നിൽക്കുന്ന നക്ഷത്രമായതിനാലായിരിക്കാം ഒരു പക്ഷേ ഇവർക്ക് അതിശക്തമായിട്ടുള്ള ഒരു നേതൃത്വ പാഠവം ഉണ്ട്. ഒരു സംഘത്തെ നയിക്കാനോ ഭരിക്കാനോ സംഘടനകൾ വീട്ടിലാണെങ്കിലും തീരുമാനങ്ങൾ എടുക്കാനോ ഇവരുടെ തീരുമാനത്തിനനുസരിച്ച് കുടുംബത്തെ മൊത്തം കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ഇവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ച് കാര്യങ്ങളെ നടത്തിക്കൊണ്ടു പോകാനൊക്കെയുള്ള ഒരു ശേഷിയുണ്ടാകും. കൂടുതലും ഞാൻ ഈ ക്വാളിറ്റീസ് കൂടുതലും കണ്ടിട്ടുള്ളത് സ്ത്രീകളിലാണെന്നുള്ളതാണ്. മകത്തിൽ ജനിച്ച സ്ത്രീകളും മകത്തിൽ ജനിച്ച പുരുഷനും തമ്മിൽ ഒരുപാട് ക്യാരക്ടർ വ്യത്യാസമുണ്ട്. ഇത് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത് മകം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളിലാണ് എന്നുള്ളതും കൂടെ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ആ പഴയ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. കുറച്ച് പഴയതാണെങ്കിലും അതിൽ കണ്ടൻറ്റ് ഭയങ്കര സ്ട്രോങ്ങാണ്. അതൊരു ഏകദേശം 50ഓളം മകം നക്ഷത്രത്തിൽപ്പെട്ട ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും അതേപോലെ തന്നെ സമ്പത്തുള്ളവരുടെയും സമ്പത്തില്ലാത്തവരുടെയും നല്ല ജോലിയുള്ളവരുടെയും ഇല്ലാത്തവരുടെ ഒക്കെ പലരുടെയും വെച്ചിട്ട് ഞാൻ അനലൈസ് ചെയ്ത ഒരു വീഡിയോ ആണ്. അതൊരു പഠനം പോലെയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊന്നുകൂടെ കണ്ടു നോക്കിയാൽ നിങ്ങളുടെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിയാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്താനും പറ്റും. ഞാൻ ഈ വീഡിയോസ് അസ്ട്രോളജിയിലൂടെ പറയുന്ന മൊത്തവും വാസ്തവത്തിലും വ്യക്തിത്വ വികസനത്തിന് വേണ്ടിയും അതുപോലൊപ്പം തന്നെ നമ്മുടെ ലൈഫ് ഒന്ന് ഇതൊക്കെ മനസ്സിലാക്കി ഇതൊക്കെ ഉപയോഗിച്ച് ഈ ജന്മം സൂപ്പറാക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണ്. അപ്പം മകൻ നക്ഷത്രത്തിൻ്റെ 2ാമത്തെ ഒരു പ്രധാന ക്വാളിറ്റി എന്ന് പറയുന്നത് ആത്മാഭിമാനമാണ്. ഈ തങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും എപ്പോഴും ഒരു തൂക്കം കൊടുക്കും എന്നുള്ളതാണ്, ഒരു പ്രാധാന്യം കൊടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഉയർന്നൊരാത്മാഭിമാനവും ഒരന്തസ്സും കാത്തു സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഗുണങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെ ഒരു അട്രാക്റ്റിംഗ് പവർ പ്ലസ് ഒരു പ്രൗഢി ഉണ്ടാവും, ഒരു റോയൽ ലുക്ക് ഉണ്ടാവും. അതായത് ആ ഒരു പ്രൗഢിയും ആകർഷണത്വവും നമ്മളെ അവരിലേക്ക് ഒന്ന് ആകർഷിച്ച് നിർത്താൻ അവരുടെ പെരുമാറ്റവും അവരുടെ ആ ഒരു പ്രൗഢിയും ഇടപെടലും കാരണം അവരെ നമ്മളറിയാതെ ശ്രദ്ധിക്കും അവരെ. അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ട് മകൻ നക്ഷത്രക്കാർക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നല്ല
സ്ട്രോങ് ആയിട്ടുമൊക്കെ ഇരിക്കുകയാണെങ്കിൽ, നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ നന്നായി ഡെവലപ്പ് ചെയ്തെടുത്താൽ, നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് എക്സസൈസൊക്കെ ചെയ്ത് അത്യാവശ്യം നിങ്ങളുടെ ധർമ്മം കൃത്യമായി പാലിക്കുകയാണെങ്കിൽ ആ ഒരു പ്രൗഢിയും ആകർഷണത്വവും ഒക്കെ തന്നെ ജ്വലിക്കും. ആ ജ്വലിക്കുന്ന ഒരു നക്ഷത്ര സ്വഭാവമുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർക്കൊരു ആകർഷണത്വം ഇവരിലേക്ക് വരികയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ വ്യാഴത്തിനൊക്കെ ബലപ്പെടുകയും, അതുപോലെ തന്നെ നക്ഷത്രാധിപനായ കേതു, അതുപോലെ രാശിയുടെ അധിപനായ രവി, ഇതൊക്കെ ബലപ്പെട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പിതൃക്കളോടാണല്ലോ ദേവത. അതുകൊണ്ട് തന്നെ പാരമ്പര്യത്തോടൊരു സ്നേഹവും ഒരടുക്കലും ഇവർക്കുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അടുപ്പം അതിനോടുണ്ടാവും. പുറമെ എങ്ങനെയൊക്കെ കാണിച്ചാലും, എന്തൊക്കെ പറഞ്ഞാലും, എത്ര ഇപ്പം നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു രീതി, ഇന്നത്തെ കാലത്ത് നമ്മൾ ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ അടുത്തുണ്ടം തിന്നണം എന്നുള്ളൊരു രീതി പറയും. എന്നിരുന്നാൽ പോലും ഏത് നാട്ടിലും ഏത് സാഹചര്യത്തിൽ ജീവിച്ചാലും ലെഗസി, പാരമ്പര്യത്തോടും അതിൻ്റെ വിഷയങ്ങളോടും ഇവർക്കൊരു ഇൻട്രസ്റ്റും സ്നേഹവും ഉണ്ടാവും. പുറത്ത് കാണിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ പോലും ആരും അറിയാതെയെങ്കിലും ഇവരതിനെ ഫോളോ ചെയ്യാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രമിക്കും. ചിലപ്പോൾ പുറമേ കാണുന്ന രീതിയിൽ തന്നെ ഉണ്ടാവും, ചിലപ്പോൾ ആരും അറിയാതെ തന്നെ ഇത് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യും എന്നുള്ളതും ഇവരുടെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ആ ക്വാളിറ്റിയൊക്കെ തന്നെയാണ് പിന്നീട് അവരുടെ പരമ്പരകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പലപ്പോഴും ഈ മകൻ നക്ഷത്രത്തിൽപ്പെട്ടവർ നല്ല സ്ട്രോങ് ആയിട്ടും വളരെ ധാർമ്മികരായിട്ടും ഒക്കെ ഉള്ളവരുടെ മക്കളൊക്കെ ആ ഒരു ക്വാളിറ്റി നിലനിർത്തി കൊണ്ടുപോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. മക്കൾക്കൊക്കെ ആ ഒരു ധർമ്മബോധവും ഒക്കെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും അത് എങ്ങനെയാണ് ചോദിക്കുമ്പോൾ, വീട്ടിലുള്ളവരുടെയൊക്കെ നക്ഷത്രം ചോദിക്കുമ്പോൾ അമ്മയുടെയൊക്കെ നക്ഷത്രം മകമാണ് എന്നൊക്കെ പറയുമ്പം നമ്മളപ്പോഴേ നോട്ട് ചെയ്ത് വെക്കും, അത് അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ അവർക്കെന്ന്. അപ്പം അത് പല സൈഡിൽ കൂടെ നമ്മൾ നിരീക്ഷിക്കുമ്പം അത് മനസ്സിലാവുന്നൊരു കാര്യവും കൂടി ആണ്. അതുപോലെ തന്നെ മകൻ നക്ഷത്രം ബലപ്പെടുകയും വ്യാഴമൊക്കെ നന്നായി ബലപ്പെടുകയൊക്കെ ചെയ്തൊരു ജാതകമാണെങ്കിൽ, നല്ലൊരു ഹൊറോസ്കോപ്പ് ആണെങ്കിൽ, ഇവർക്ക് ധർമ്മബോധം വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. നീതിബോധം ഉണ്ടാവും, സത്യസന്ധത ഉണ്ടാവും. ഇതൊക്കെയാണ് വളരെ മറ്റുള്ളവരെ അങ്ങനെ ദ്രോഹിക്കണം എന്നൊന്നും വലിയ ആഗ്രഹം ഉണ്ടാവുകയും ഇല്ല എന്നുള്ളതാണ്. ബേസിക്കലി ഒരു സോൾ ക്വാളിറ്റിയാണ് ഇതിനകത്ത്. ഏത് നക്ഷത്രത്തിൽ പിറന്നാലും ആ നക്ഷത്രത്തിൻ്റെ ഒരു ക്യാരക്ടറും ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ ഗ്രഹസ്ഥിതിയാണ് സോൾ ക്വാളിറ്റിയെ മൊത്തത്തിൽ കാണിച്ചു തരുന്നത് നമുക്ക്. അപ്പം സോൾ ക്വാളിറ്റി ഉള്ള ഒരാളാണെങ്കിൽ വ്യാഴത്തിന് അയാൾക്ക് നല്ല ബലമായിരിക്കും. അതെപ്പോഴും പഠിച്ചോണം കേട്ടോ. ഈ പാസ്റ്റ് ലൈഫിനെ കുറിച്ചൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഹൊറോസ്കോപ്പ് എടുത്ത് നോക്കുമ്പോൾ വ്യാഴത്തിന് നല്ല ബലമുണ്ടെങ്കിൽ, വ്യാഴത്തിന് നല്ല ബലമുള്ള ഷഡ്ബലം ഒക്കെ എടുക്കുമ്പോഴാണെങ്കിൽ, നിൽക്കുമ്പോഴൊക്കെ ആണെങ്കിൽ വ്യാഴത്തിന് നല്ല ബലമുണ്ടെങ്കിൽ ഇവർക്ക് നല്ല സോൾ ക്വാളിറ്റി ആയിരിക്കും. ആ ഒരു വിസ്ഡം എപ്പോഴും ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്നൊരു സോളാണ് മകൻ നക്ഷത്രത്തിൽ ജനിച്ചത് എങ്കിൽ ഉറപ്പായിട്ടും നീതിബോധവും അതുപോലെ തന്നെ സത്യസന്ധതയും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അർഹിക്കുന്ന അധികാരങ്ങളും അംഗീകാരങ്ങളും മറ്റുള്ളവർക്ക് കൊടുക്കാനൊക്കെ ഇവർക്ക് വലിയ മടിയൊന്നും ഉണ്ടാവില്ല എന്നുള്ളതും ഒരു നല്ല കാര്യങ്ങളല്ലേ, അല്ലേ? നല്ല കാര്യമാണ് അതൊക്കെ. അതുപോലെ തന്നെ കലകളോടുള്ള ഒരു താല്പര്യം, സംഗീതം, നൃത്തം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഇവർക്കൊരു താല്പര്യം ഉണ്ടാവും. കലാപരമായ വിഷയങ്ങളിലൊക്കെ ഇവർക്കൊരു താല്പര്യവും ഉണ്ടാവും എന്നുള്ളതും ഉറപ്പാണ്. ഇനി അടുത്ത ദോഷഫലങ്ങൾ നോക്കാം. സോൾ ക്വാളിറ്റി ഇച്ചിരി കുറയോ അല്ലെങ്കിൽ ജാതകമൊന്നും അത്ര ഇതില്ലാതെ നമുക്ക് കാണിക്കുന്ന ആൾക്കാർക്ക് വരാൻ സാധ്യതയുള്ള വിഷയങ്ങൾ നോക്കാം. അതിൽ പ്രത്യേക സ്വഭാവത്തിലുള്ളത് ഒന്നാമത്തെ അമിതമായ അഹംഭാവമാണ്. ഞാനെന്നുള്ള ബോധം. രവി അങ്ങ് തലതിരിയും. രവി നല്ല രീതിയിൽ വരുമ്പോഴാണ് രജസ് എന്ന വാക്കിൽ നിന്നുമാണ് രാജാവ് എന്നുള്ള ഇതുണ്ടാകുന്നത്. അപ്പോൾ ആ രാജകീയത, ആ പ്രൗഢി കട്ട ഈഗോ ആയിട്ട് മാറും, നെഗറ്റീവായി മാറും. തങ്ങളാണ് ഏറ്റവും കേമന്മാരല്ലേ കേമികൾ എന്നുള്ളൊരു ചിന്ത ഇവരിൽ ഉടലെടുക്കും. ഇത് മറ്റുള്ളവരുമായുള്ള അനാവശ്യ തർക്കത്തിനും ബന്ധങ്ങളിലെ വിള്ളലുകൾക്കും കാരണമാവും. സഹിക്കാൻ പറ്റണ്ടേ അത്? അപ്പോൾ ആ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരികയും ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയൊരു ദോഷവശം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ
മറ്റുള്ളവരെ ഭരിക്കാനുള്ള ഒരു ടെൻഡൻസി ഇവർക്കുണ്ടാവും എന്നുള്ളതാണ്. തങ്ങളുടെ അഭിപ്രായങ്ങൾ, ഒപ്പീനിയൻസ് മറ്റുള്ളവരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ശ്രമം. ഓർഡറാണ്, ഒപ്പീനിയൻ അല്ല, അത് ഓർഡറാക്കി മാറ്റാനുള്ള ഒരു ശ്രമം ഇവർക്കുണ്ടാവും. അത് ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുമല്ലോ. ഒരു നിയന്ത്രണം ആവശ്യമില്ലാതെ വരുമ്പോൾ വ്യക്തിഗുണത്തിന് മുകളിലാവുമല്ലോ അത്. വേറൊരാളുടെ വ്യക്തിത്വത്തെ ഹനിക്കുന്നതിന് തുല്യമായ രീതിയിലുള്ള നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ ഒപ്പീനിയൻസും ഒക്കെ വരുന്ന സമയത്ത് അത് ഒരുമിച്ചൊക്കെ ജീവിക്കുമ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിലും ഒക്കെ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അടുത്തത് എന്ന് പറയുന്നത് സുഖലോലുപതയാണ്. അടുത്തൊരു ദോഷവശമായിട്ട് അമിതമായിട്ടുള്ള ലക്ഷറിയോടുള്ള താല്പര്യം. ലക്ഷറിയോടുള്ള താല്പര്യം മാത്രമല്ല, എല്ലാവരോടും തങ്ങൾ വളരെ ലക്ഷറിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഒരു സെലിബ്രിറ്റി ലൈഫ് സ്റ്റൈല് കൊണ്ടുപോകാൻ വേണ്ടി നോക്കും. ഇപ്പോൾ സെലിബ്രിറ്റികളൊക്കെ ആണെങ്കിൽ അത് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. അവരെ സമ്മതിക്കണം. കാരണം അവരുടെ ആ ഒരു എലൈറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിനിടയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇതെല്ലാം വേണ്ടി വരും. പക്ഷേ ഒരു സാധാരണ ജീവിതത്തിൽ പോലും ആവശ്യമില്ലെങ്കിൽ പോലും ഇതെല്ലാം വാങ്ങിക്കൂട്ടി ആ ഒരു സുഖലോലുപത, ആഡംബര ജീവിതത്തോടും സുഖസൗകര്യങ്ങളോടും ഇവർക്ക് അമിതമായ താല്പര്യം ഉണ്ടാവും. ഓവറായിട്ട് താല്പര്യം ഉണ്ടാവുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അല്ലേ? ഓരോരുത്തർക്ക് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നത് നല്ലത് തന്നെയാണ്. എന്താ കുഴപ്പം? ദാരിദ്ര്യമായിട്ട് ജീവിച്ചാൽ മാത്രമേ. കൈ കാശുണ്ടെങ്കിൽ അതിനനുസരിച്ച് തന്നെ ജീവിക്കണം. നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് എന്ത് സാമ്പത്തിക സ്ഥിതിയുണ്ട്, നമ്മുടെ ജീവിത സാഹചര്യം എങ്ങനെയാണ്, അതിനനുസരിച്ച് തന്നെ നമ്മൾ ജീവിക്കണം. അതങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷേ ഇല്ലാത്തതിനെ ഊതിപ്പെരുപ്പിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, ഒരുപാട് സുഖലോലുപതയോടുള്ള താല്പര്യം, അത് ട്രാജിക്കലായിട്ട് മാറും. ഇവർക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ലാത്തതും സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. കാരണം അവർക്ക് തന്നെ അറിയാം ഇത് ഊതിപ്പെരപ്പിക്കുന്നതാണ്. ഇത് പലപ്പോഴും ജോലിയിൽ, അതേപോലെ തന്നെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ വീഴ്ചകൾ വരും എന്നുള്ളതും ഉറപ്പാണ്. അടുത്തത് എന്ന് പറയുന്നത് പെട്ടെന്നുള്ള ദേഷ്യമാണ്, ക്രോധം. അതായത് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ വരുമ്പം ഈ പ്രശ്നത്തിനെല്ലാം കാരണം തങ്ങൾക്ക് ചുറ്റുമുള്ളവരാണ് എന്നുള്ള രീതിയിൽ അതിശക്തമായിട്ട് പ്രതികരിക്കാനുള്ളൊരു ടെൻഡൻസി വരും. അത് ഇപ്പോൾ ദേഷ്യം എല്ലാവർക്കും വരും, നമുക്കും വരില്ലേ? ദേഷ്യം വരാം. പക്ഷേ അതിനൊരു ധാർമ്മികതയുണ്ട്. നമുക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ ആരാണെന്നും എന്തുവാണെന്നുമുള്ളൊരു ബോധമുണ്ടാവണം. മിനിമം അവർ മനുഷ്യരാണ് എന്നുള്ളൊരു ബോധമുണ്ടാവണം. നമ്മളെപ്പോലെ തന്നെ ഒരു ജീവിയാണെന്നും അവർക്കും ഇഷ്ടാനിഷ്ടങ്ങളുണ്ടെന്നും ഒക്കെ ഉള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പ്രതികരണം നല്ലതാണ്, വേണ്ടതുമാണ്. പക്ഷെ അതിനൊരു മര്യാദയുടെ രീതിയിൽ പെരുമാറാനുള്ളൊരു കഴിവ് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ എന്താ, ഈ പെട്ടെന്നുള്ള കോപവും പലപ്പോഴും വലിയ പരാജയങ്ങളിലേക്കും ജീവിത പരാജയങ്ങളിലേക്കും എത്താനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അടുത്ത ഒരു പ്രധാന പ്രശ്നം, അത് ഞാൻ പലപ്പോഴും ഫേസ് ചെയ്തിട്ടുള്ളതാണ്. മകം നക്ഷത്രത്തിൽപ്പെട്ട കുറേ ആൾക്കാരുടെ, നമ്മുടെ സോഫ്റ്റ്വെയർ തന്നെ ഏകദേശം 10-20,000 പേരിൽ മേളിൽ ഹൊറോസ്കോപ്പായി കൺസൾട്ടേഷൻ എടുത്തത് മാത്രം. അപ്പോൾ അല്ലാതെ തന്നെ എത്രയോ പേരുടെ ഞാൻ നോക്കിയിട്ടുണ്ട്. അതിനകത്ത് ഓരോ നക്ഷത്രങ്ങളുടെ അനുസരിച്ചൊക്കെ ഞാൻ സേവ് ചെയ്ത് വെക്കും ഓരോ രീതിയിലും. എൻ്റെ ഒരു കേസ് സ്റ്റഡി പോലെ. ഈ പലതും ഇപ്പോൾ ഡിവോഴ്സ് ആണെങ്കിൽ അങ്ങനത്തെ ഒരു ഗ്രൂപ്പിലായിരിക്കും അത് ഇടുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും അംഗവൈകല്യമുള്ളവരാണെങ്കിൽ അങ്ങനെ, OCD പോലുള്ള പ്രശ്നങ്ങളുള്ളവരുടെ ആണെങ്കിൽ അങ്ങനെ. ഞാനിതെല്ലാം ഓരോ ടൈറ്റിലിട്ടിട്ട് ഈ ഹൊറോസ്കോപ്പുകളെല്ലാം സേവ് ചെയ്ത് വെക്കും. ഇപ്പോൾ സൂയിസൈഡ് ചെയ്തിട്ടുള്ളവരുടെ ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഓരോരുത്തരുടെയും കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഞാനിതൊക്കെ ഇങ്ങനെ, ട്വിൻസിൻ്റെ ആണെങ്കിൽ അങ്ങനെ, ഇതെല്ലാം ഇങ്ങനെ സേവ് ചെയ്ത് വെക്കും. അപ്പോൾ ഈ മകം നക്ഷത്രത്തിൻ്റേത് എനിക്ക് പലപ്പോഴും ഡിവോഴ്സ് കേസുകളുമായിട്ട് വന്നിട്ടുള്ളവരുടെ നോക്കുമ്പം ഞാൻ പല കാര്യങ്ങളും പറയുന്ന സമയത്ത് ഇവർക്ക് വിമർശനങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഒരു മടിയുണ്ട് എന്നുള്ളതാണ്. അവർക്ക് ആ ഒരു എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് പറയേണ്ടിയില്ലായിരുന്നു അല്ലേ അവരോടെന്ന്. കാരണം നമുക്ക് ഇങ്ങനൊരു കുഴപ്പമുണ്ട്, നിങ്ങൾ അതുകൂടെ ഹാൻഡിൽ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതം നിങ്ങളുടെ ഭംഗിയാവും എന്നുള്ളതാണ്. പക്ഷേ ആ സമയത്ത് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, ഞാൻ കൺസൾട്ടേഷൻ എടുത്ത് വന്നിട്ട് ഇങ്ങനെ കേൾക്കാനല്ല, എനിക്ക് വേറെ കുറേ കാര്യങ്ങളാണ് അറിയേണ്ടതെന്നുള്ളൊരു രീതി. ആ വിമർശനങ്ങളെ ഉൾക്കൊള്ളാനുള്ള മടി കാരണം ഉണ്ടാവുന്ന അവരുടെ ഒരു റെസ്പോൺസ് ഉണ്ട്.
അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. മറ്റുള്ളവർ തങ്ങളെ വിമർശിക്കുന്നത് സഹിക്കാൻ ഇവർക്ക് കഴിയില്ല എന്നുള്ളതാണ്. ഇത് പലപ്പോഴും ശത്രുതയ്ക്കും സൗഹൃദങ്ങളെ നഷ്ടപ്പെടുത്തുന്നതിനും ഒക്കെ കാരണമായി തീരുന്നതായിട്ടും വന്നിട്ടുണ്ട്. എല്ലാ മതക്കാരും ഇല്ല കേട്ടോ, നല്ലൊരുപാട് സുഹൃത്തുക്കളുള്ള, എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ പലരും ഉള്ള നക്ഷത്രമാണ്. അപ്പം എല്ലാവരും അല്ല, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അതൊരു സോൾ ക്വാളിറ്റിയാണ്, അതൊരു ഹ്യൂമൻ ക്വാളിറ്റി. ആ ഗ്രഹനിലയും കൂടെ ഇതിനകത്ത് ബാധകമാണ്. ആ സോൾ ക്വാളിറ്റി കൃത്യമായിട്ട് ആ വ്യക്തി എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാകണമെങ്കിൽ നക്ഷത്ര ഗുണം മാത്രം പോരാ, ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ വേണം എന്നുള്ളത് പറയണ്ടല്ലോ, നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഈ വിമർശനങ്ങളെ ഉൾക്കൊള്ളാനുള്ള ഒരു മടിയും ഇവർക്കുണ്ട് എന്നുള്ളതും കൂടി ഓർത്തു വെക്കുക. ഇനി അടുത്തത്, ഇനി കർമ്മബന്ധങ്ങളെക്കുറിച്ച് നോക്കാം. പാസ്റ്റ് ലൈഫ് ഡെപ്റ്റ് എന്തുമായിട്ടാണ് കണക്ട് ചെയ്ത്, എന്തുകൊണ്ട് ഇവർ മകൻ നക്ഷത്രത്തിൽ ജനിച്ചു എന്നുള്ളതാണ്. മകൻ നക്ഷത്രത്തിലെ കർമ്മബന്ധങ്ങൾ പലപ്പോഴും പൂർവികരായിട്ടുള്ള കാര്യങ്ങളും പൂർവികർക്ക് വേണ്ടി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ പൂർവികർ കടം വെച്ചിട്ട് പോയ ഇൻകംപ്ലീറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ പിതൃക്കളെ ആരാധിക്കേണ്ടതും പാരമ്പര്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമാണ് ഇവരുടെ ജീവിത നിയോഗത്തിൻ്റെ പ്രധാന കാര്യങ്ങളിലൊന്ന്. നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ സോളിനൊരു ക്വാളിറ്റി ഉണ്ടാകും. അതിനനുസരിച്ച് ആ കർമ്മപൂർത്തീകരണത്തിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഒരു കുടുംബത്തിൽ വന്ന് ജനിക്കുന്നത്, ഒരു നാട്ടിലൊരു സ്ഥലത്ത് വന്ന് ജനിക്കുന്നത്. അപ്പം അതെവിടെയാവാം, അവിടെ പൂർവികർ ചെയ്തിട്ടുള്ള പുണ്യപ്രവർത്തികളുണ്ടെങ്കിൽ ആ പുണ്യപ്രവർത്തികളുടെ ഫലം ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകും. പൂർവ്വസ്വത്തും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും. അവർ ചെയ്തിട്ടുള്ള പാപകർമ്മങ്ങളുടെ പരിഹാരം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കർമ്മഫലങ്ങളായിട്ടാണ് മകൻ നക്ഷത്രക്കാർ ജനിക്കുന്നത് എന്നുള്ളതാണ്. അവർ പൂർവികർ ചെയ്തിട്ടുള്ള പാപകർമ്മങ്ങളുടെ പരിഹാരങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത്. പിതൃക്കൾക്ക് ശ്രാദ്ധമൂട്ടുന്നതും ശ്രാദ്ധകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതുമൊക്കെ ഇവരുടെ ജീവിത വിജയത്തെ മുന്നോട്ട് നയിക്കും, ഇവരുടെ ജീവിത വിജയത്തിന് കാരണമാകും എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. ഇതിവരുടെ ഉറപ്പായിട്ട് അതുതന്നെ ഇവരുടെ ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ ഒരുപാട് മാറുകയും ചെയ്യും എന്നുള്ളതാണ്. ജോലിപരമായിട്ടോ സമ്പത്തുപരമായിട്ടോ കുടുംബപരമായിട്ടോ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങൾ ശ്രാദ്ധങ്ങളൊക്കെ മുടങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അധികാരത്തിൻ്റെ ഒരു കർമ്മം ഇവരിലുണ്ടാവും, ഒരു ഡെപ്റ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. മുൻജന്മത്തിൽ അധികാരങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ചിരുന്നതോ അല്ലെങ്കിൽ അധികാര കർമ്മങ്ങൾ അല്ലെങ്കിൽ ലീഡറെ പോലെ കുടുംബത്തിലായാലും ചെറിയ രീതി മുതൽ വലിയ രീതി വരെ സ്ഥാപനങ്ങളിൽ ഇരിക്കണമെന്നോ അല്ലെങ്കിൽ അധികാരത്തോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സോളാണ് മകൻ നക്ഷത്രത്തിൽ ജനിക്കുന്നത് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ ജന്മത്തിൽ നിങ്ങളുടെ ആ ഒരു കഴിവ്, ആ ഒരു പവർ, നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ഒരു തോട്ട്സ്, ഞാൻ പറഞ്ഞില്ലേ ചിന്തകളുടെ ബാഹ്യാവിഷ്കാരമാണ് ജീവിതം. അപ്പം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ തോട്ട്സ്, ആ അധികാര ചുവയുള്ള തോട്ട്സ് നിങ്ങൾ എങ്ങനെ ഈ ജന്മം വിനിയോഗിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ ഈ ജന്മത്തിൻ്റെ ഗുണഫലങ്ങൾ എന്നുള്ളതാണ്. അധികാരം ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെ ആ അധികാര സ്വഭാവം, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ പലപ്പോഴും അധികാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങളും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മേലധികാരികളിൽ നിന്നുമൊക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവരുടെ പാരമ്പര്യത്തിൻ്റെ തുടർച്ച എന്ന് പറയുന്നത്, ഇവരുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തങ്ങളുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യം, പേര് അത് പോയിട്ടുണ്ടെങ്കിൽ അത് നന്നാക്കിയെടുക്കുക, അതുണ്ടെങ്കിൽ അത് നിലനിർത്തി കാത്തു സൂക്ഷിക്കുകയും അടുത്ത തലമുറയിലേക്ക് അത് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഇവരുടെ ഒരു പ്രധാന ധർമ്മമാണ് ഈ ജന്മത്തിൽ ഈ നക്ഷത്രക്കാരുടെ. അതുപോലെ തന്നെ ആത്മീയതയുടെയും മോക്ഷത്തിൻ്റെയും കാരകനും കൂടിയാണ് കേതു എന്നുള്ളത് കൊണ്ട് തന്നെ ഭൗതികമായിട്ടുള്ള പ്രൗഢിക്കപ്പുറം ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ വേണം, പക്ഷെ എന്നിരുന്നാൽ പോലും ആത്മീയപരമായ ഒരു ലെവലിലേക്ക് നിങ്ങൾ വളരാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ പിതൃക്കൾക്ക് പൂർവികർക്കുമൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് അവരെ മോക്ഷത്തിലേക്ക് നയിക്കാൻ ഇവർ പരിശ്രമിക്കേണ്ടതാണ്. അതിവരുടെ ഒരു ജന്മനിയോഗവും കൂടി ആണ് എന്നുള്ളതും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു.
ഇനി നമുക്ക് 6th ഹൗസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് പോകാം. 6ാം ഭാവം രോഗം എന്ന് പറയുന്ന കാര്യമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ രോഗം മകൻ നക്ഷത്രവുമായി ബന്ധപ്പെട്ട് മകൻ നക്ഷത്രക്കാർക്കല്ലേ, മകൻ നക്ഷത്രത്തിൽ 6ാം ഭാവാധിപൻ കുജൻ, ശനി ഇവരൊക്കെ നിന്നാൽ എന്തൊക്കെ രോഗം വരാം എന്നുള്ളൂടെ നമുക്കൊന്ന് നോക്കാം. മൂക്കാണല്ലോ മകൻ നക്ഷത്രത്തിൻ്റെ ശരീരഭാഗം അല്ലെ ശരീരാവയവം എന്ന് പറയുന്നത്. അപ്പം മൂക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗം, നാസികയിലുണ്ടാകുന്ന രോഗം, എപ്പോഴും മൂക്കൊലിപ്പ് അല്ലെങ്കിൽ മൂക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, മൂക്കിൻ്റെ വളവ്, ഇത് അതുപോലെ തന്നെ സൈനസിൻ്റെ പ്രശ്നങ്ങൾ, എപ്പോഴും ദുർഗന്ധം അനുഭവപ്പെടുന്ന രീതിയിൽ കഫമൊക്കെ ഇരുന്ന് പഴുത്തുണ്ടാവുന്ന അസുഖങ്ങൾ, ഹൃദയരോഗങ്ങൾ, മുതുകിലും നട്ടെല്ലിലും വരുന്ന രോഗങ്ങൾ, പ്ലീഹാരോഗങ്ങൾ, അയോർ രക്തക്കുഴലിന് വരുന്ന രോഗങ്ങളും, ഹൃദയസ്തംഭനം ആകസ്മികമായിട്ടുണ്ടാവുന്ന ഹൃദയസ്തംഭനങ്ങൾ, വിഷബാധ, മൂത്രാശയത്തിലെ കല്ല്, ഹൃദയമിടിപ്പ് അമിതമാകുന്നതും, ആങ്സൈറ്റി, പാനിക് അറ്റാക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, പ്രേത പിതൃപിശാച് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾ, സറ്റിൽ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടുണ്ടാവുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുണ്ടാവുന്ന അല്ലെങ്കിൽ കണ്ണ് ഇതുപോലുള്ള വിഷയങ്ങൾ കൊണ്ടുണ്ടാവുന്ന രോഗങ്ങൾ, മോഹാലസ്യം, ഉന്മാദ രോഗങ്ങൾ, അതുപോലെ തന്നെ ചില മനോരോഗങ്ങൾ, അതേപോലെ തന്നെ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ ബ്രസ്റ്റുമായിട്ടൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ ഒക്കെ വരാം എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇവർക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ എന്നുള്ളത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കരകയറാൻ എന്ത് ചെയ്യണം? കരകയറാൻ ചെയ്യേണ്ടത് മരുന്ന് കഴിക്കണമെങ്കിൽ മരുന്ന് കഴിക്കണം, എക്സസൈസ് ചെയ്യണം, നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കണം, നല്ല ഫുഡും കഴിക്കണം. അതോടൊപ്പം തന്നെ അതൊക്കെ ഗ്രോസ് ലെവലിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ ധർമ്മമല്ലേ അതൊക്കെ, നമ്മൾ ഗ്രോസ് ലെവലിൽ ചെയ്യേണ്ട കാര്യം. ഇനി അതിന് സെറ്റിൽ ലെവലിൽ ഈശ്വരനെ ആശ്രയിക്കണം. നിത്യേന ഒരു 24 മിനിറ്റെങ്കിലും ഈശ്വരനെ ആശ്രയിക്കുകയും ഒരു നാഴിക സമയമെങ്കിലും മെഡിറ്റേഷനോ പ്രാർത്ഥനയോ ഇത്യാദി കാര്യങ്ങൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഞാൻ പറയുന്ന ചില സ്ഥലങ്ങളിൽ നിങ്ങൾ പോവുകയും കൂടെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭംഗിയായി ഈ ജീവിതം ജീവിച്ച് നല്ല സന്തോഷപൂർണ്ണമായിട്ട് ജീവിതം ജീവിച്ച് തീർക്കാനും പറ്റും. നമുക്ക് ആ പ്രസൻറ്റ് ലൈഫിനെ ഭംഗിയായിട്ട് യൂസ് ചെയ്യാനും കഴിയും എന്നുള്ളതാണ്. നമുക്ക് ആ ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആൻസിസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമായതുകൊണ്ട് തന്നെ ചിതകൾ, അതായത് മോക്ഷം കിട്ടുന്ന സ്ഥലം ഭൂമിയിൽ, അത് കാശിയാണ്. കാശി വിശ്വനാഥ ക്ഷേത്രവും കാശിയിലെ ഗംഗാതീരവും ഒക്കെയാണ് ഇവർ ഉറപ്പായിട്ടും പോയിരിക്കേണ്ട സ്ഥലം. കാലഭൈരവ ക്ഷേത്രം, കാശി വിശ്വനാഥ ക്ഷേത്രവും, കാശി തന്നെ ബനാറസ് അഥവാ കാശി തന്നെ, അവിടെ പോയി ശ്രാദ്ധം കഴിയുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ഇവർ പ്രധാനമായിട്ടും പോകേണ്ട ഒരു സ്ഥലം. ഇപ്പം എല്ലാവർക്കും കാശിയും പോകാൻ പറ്റിയില്ലെങ്കിലും തമിഴ്നാട്ടിൽ നക്ഷത്ര ക്ഷേത്രങ്ങളുണ്ട്, നമുക്ക് അവിടെ നോക്കാം. ഡിണ്ടിഗൽ എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലെ സ്ഥലത്ത് അവിടുന്ന് 25 കിലോമീറ്റർ അപ്പുറം നിൽക്കുന്ന ശ്രീ മഹാലിംഗസ്വാമി ക്ഷേത്രം, മഹാദേവൻ്റെ അമ്പലമാണ് ആ അമ്പലം. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ മഹാദേവപട്ടണം എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ ശംഭു മഹാദേവ ക്ഷേത്രം. ഈ 2 ക്ഷേത്രങ്ങളും അതുപോലൊപ്പം തന്നെ കാശി വിശ്വനാഥ ക്ഷേത്രവും കേരളത്തിൽ തിരുവല്ലം, തിരുനെല്ലി പോലുള്ള ക്ഷേത്രങ്ങളും ഒക്കെ തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും പോകേണ്ട ക്ഷേത്രമാണ് എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് മകൻ നക്ഷത്രത്തിൽപ്പെട്ട എല്ലാവർക്കും ഐശ്വര്യവും അനുഗ്രഹവും ഒക്കെ പിതൃക്കൾ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പൂരം എന്ന് പറയുന്ന നക്ഷത്രത്തെക്കുറിച്ച് പഠിക്കാം. ഭഗൻ്റെ നക്ഷത്രമാണ്, ഭാഗ്യത്തിൻ്റെ ദേവതയാണ് ഭഗൻ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് പഠിക്കാം. നമസ്കാരം.